അപ്പോൾ നമ്മുടെ വെജ് പുലാവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി ടേസ്റ്റൊക്കെ ഒരു ഡിഫറെൻറ്റ് റെസിപ്പി ആയിരുന്നു. ചിക്കൻ കറി കൊള്ളാം. ഏലക്കായ, പട്ട, സ്റ്റാർ അനീസ്, ബേ ലീഫ്, ഗ്രാമ്പു ഇത്ര ഉപയോഗിച്ച് നമുക്ക് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലായിട്ട് ഗാർഡൻ സെല്ല ബാസ്മതി റൈസ് 2.5 കപ്പ് കഴുകിയിടാം. ഇനി ആ അരി ഒരു ഹാഫ് കുക്കായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ബീൻസും നൈസായിട്ട് കട്ട് ചെയ്തത് അതിലേറ്റിട്ട് 2-3 കുരുമുളകും കൂടി ആഡ് ചെയ്യുക. ഇനി അത് നന്നായി തിളച്ച് റൈസ് ഫുൾ കുക്കായി കഴിയുമ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു സ്റ്റെയിനറിൽ വയ്ക്കാം. ഇപ്പം നമുക്കെല്ലാം കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പോട്ടിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ റൈസ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ തന്നെ ഈ വറുത്ത് കൊരിയ സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് ലെയറായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമാണ്. റൈസ് ഇട്ടു, അതിൻ്റെ മുകളിലിട്ട് ഓനിയനും കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ പുതിനയിലയും മല്ലിയിലയും പൈനാപ്പിൾ കട്ട് ചെയ്തതും ഫ്രൂട്ടി ടൂട്ടി ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും അങ്ങനെ 3 ലെയറായിട്ടാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. എന്നിട്ട് അതൊരു സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഒരു 50 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെക്കുക. ഞാനിതിലൂടെ വാട്ടർ വേപ്പേഴ്സ് മുകളിലിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിഡിന് പുതിനിലയുടെ ഒരു തണ്ട് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല സ്പൈസി സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഒരു സ്വീറ്റ് ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ചിക്കൻ മീഡിയം സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ചിക്കൻ മസാല, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല, കസൂരി മേത്തി, 1 സ്പൂൺ തൈരും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 50 മിനിറ്റ്സ് വയ്ക്കാം. പാനിലേക്ക് നെയ്യ്, പെരിഞ്ജീരകം, ഏലക്കായ, പട്ട, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 കപ്പ് സവാള, ആവശ്യത്തിന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി ഇത്ര ആഡ് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിലിട്ട് ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് സിമ്മിലിട്ട് സ്ലോ കുക്ക് ചെയ്യുക. സ്ലോ കുക്ക് ചെയ്യുമ്പം അതിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും. എന്നിട്ട് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. 1 തക്കാളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 6 കാഷ്നട്ടും ഡേറ്റ്സും പേസ്റ്റാക്കി ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്യുക. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇപ്പം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം. ചിക്കൻ സ്ലോ കുക്ക് ചെയ്യാണ്ട് ചെയ്തേക്കുന്നത്. ഈ റൈസ് കൂട്ടി കഴിച്ചു നോക്കാം. ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് റൈത്ത കൂട്ടി കഴിച്ചേക്കാം. നല്ല ഫുഡ് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ മനസ്സിന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.